പല വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കണ്ടൊണേഷനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ എന്ന്. ഈ വീഡിയോ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചധികം ലെങ്ത് ഉണ്ടായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ ശ്രദ്ധിക്കുക. സിലബസ് നോക്കുമ്പോഴും ടൈം ടേബിൾ നോക്കുമ്പോഴും റിസൾട്ട് നോക്കുമ്പോഴും നിങ്ങൾ കാണുന്ന ഒരു വ്യത്യാസമാണ് CUCBCSS ആൻഡ് CBCSS. 2014 മുതൽ 2018 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അറിയപ്പെടുന്നതാണ് CUCBCSS. എന്നാൽ 2019 ശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ CBCSS വിദ്യാർത്ഥികൾ എന്നാണ് കണക്കാക്കാറുള്ളത്. ശ്രദ്ധിക്കുക, 2014 മുതൽ 2018 വരെ CUCBCSS ആണെങ്കിൽ 2019 മുതൽ ഇന്ന് വരെയുള്ള അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ CBCSS ആണ്. ആ ഒരു വ്യത്യാസം കണ്ടൊണേഷൻ്റെ കാര്യത്തിലും ഉണ്ട്. നമുക്ക് ആദ്യം CBCSS വിദ്യാർത്ഥികളുടെ കണ്ടൊണേഷൻ്റെ കാര്യം ചർച്ച ചെയ്യാം. ഒരു സെമസ്റ്ററിന് യൂണിവേഴ്സിറ്റി കണക്കാക്കാറുള്ളത് 90 വർക്കിംഗ് ഡേയ്സ് ആയിട്ടാണ്. അതിൽ 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ആ സെമസ്റ്റർ പരീക്ഷകൾ എഴുതാം. എന്നാൽ 75% താഴെയാണ് നിങ്ങളുടെ അറ്റൻഡൻസ് പെർസെൻറ്റേജ് എങ്കിൽ കണ്ടൊണേഷൻ അടയ്ക്കേണ്ടി വരും. ഒരു സെമസ്റ്റർ പരീക്ഷ എഴുതണമെങ്കിൽ 75% അറ്റൻഡൻസ് വേണം. എന്നാൽ അതില്ലെങ്കിൽ 55%-നും 75%-നും ഇടയിലാണ് അറ്റൻഡൻസ് എങ്കിൽ വിദ്യാർത്ഥികൾ കണ്ടൊണേഷൻ ഫീ അടയ്ക്കേണ്ടി വരും. എന്നാൽ നിങ്ങളുടെ അറ്റൻഡൻസ് 50%-നും 55%-നും ഇടയിലാണെങ്കിൽ ഏത് സെമസ്റ്ററിലാണോ ആ വിദ്യാർത്ഥി പഠിക്കുന്നതെങ്കിൽ അത് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഉദാഹരണമായി 2ാം സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അറ്റൻഡൻസ് 52% ആണെങ്കിൽ 2ാം സെമസ്റ്റർ പരീക്ഷകൾ ഒന്നും എഴുതാൻ സാധിക്കുകയില്ല. എന്നാൽ ബാക്കിയുള്ള സെമസ്റ്റർ പരീക്ഷകൾ എഴുതാം. ഈ എഴുതാത്ത 2ാം സെമസ്റ്റർ പരീക്ഷകൾ 6 സെമസ്റ്റർ പരീക്ഷകൾക്ക് ശേഷം സപ്ലിമെന്ററി എക്സാം വരുമ്പോൾ 2ാം സെമസ്റ്റർ പരീക്ഷകൾ എഴുതാമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് 50%-ൽ താഴെയാണ് അറ്റൻഡൻസ് എങ്കിൽ റീ അഡ്മിഷൻ എടുക്കേണ്ടി വരും. വേറെ ഒരു പോംവഴിയും ഇല്ല. പിന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 6 സെമസ്റ്ററിലായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് 40% മാത്രമേ കണ്ടൗൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായി ഒരു സെമസ്റ്ററിൽ ഒരു വിദ്യാർത്ഥിക്ക് 65% അറ്റൻഡൻസ് ഉള്ളത്. ആ കുട്ടിക്ക് 10% കണ്ടൗൺ ചെയ്യാം. അതേപോലെ 3 സെമസ്റ്ററിലും 65% അറ്റൻഡൻസ് എങ്കിൽ കണ്ടൗൺ ചെയ്ത് പരീക്ഷ എഴുതാൻ സാധിക്കും. പിന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ടൗൺ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ 20% അല്ലെങ്കിൽ 10%, ഇതിനിടയിലുള്ള പെർസെൻറ്റേജ് കണ്ടൗൺ ചെയ്യുമ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് 11%-ന്റെ കുറവുണ്ട്. ടോട്ടൽ ഒരു സെമസ്റ്ററിൽ വേണ്ടത് 75%. എന്നാൽ ആ കുട്ടിക്ക് ആ സെമസ്റ്ററിൽ 64% അറ്റൻഡൻസ് ഉള്ളൂ എങ്കിൽ അപ്പോൾ അവിടെ 11% കുറവാണ്. അങ്ങനെയെങ്കിൽ യൂണിവേഴ്സിറ്റി എടുക്കുന്നത് അത് 20% ആയിട്ടാണ്. 11%-ന്റെ കുറവിന് 20% ആക്കിയിട്ടാണ് യൂണിവേഴ്സിറ്റി കണക്കാക്കുന്നത്. എന്നാൽ ആ കുട്ടി തന്നെ വേറൊരു സെമസ്റ്ററിൽ 11%-ന്റെ കുറവുണ്ടെന്ന് വിചാരിക്കുക. 4ാം സെമസ്റ്ററിലും 6ാം സെമസ്റ്ററിലും ആ കുട്ടിക്ക് 64% ഉള്ളൂ, 11%-ന്റെ കുറവുണ്ട്. പൂർണ്ണമായ അറ്റൻഡൻസിനും പരീക്ഷ എഴുതാം. എന്നാൽ ഒരു വട്ടം മാത്രമേ ഡബിൾ കണ്ടൗൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് 40% കണ്ടൗൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 20%-ന്റെ ആദ്യത്തെ കണ്ടൗൺ ചെയ്യാം. ദെൻ 10%-ന് 2 സെമസ്റ്ററിൽ കണ്ടൗൺ ചെയ്യാം. ഒരിക്കലും നമുക്ക് 6 സെമസ്റ്ററുകളിലായി ഡബിൾ കണ്ടൗൺ ചെയ്യാൻ സാധിക്കുകയില്ല. അതായത് 20%-ന്റെ ഒരു കണ്ടൗണും 20%-ന് വേറൊരു കണ്ടൗണും 2 സെമസ്റ്ററിലായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി കണ്ടൊണേഷൻ എങ്ങനെ അടയ്ക്കാമെന്ന് നോക്കാം. കണ്ടൊണേഷൻ ഫോം ആദ്യം യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമ്മുടെ പഠിക്കുന്ന കോളേജ് പ്രിൻസിപ്പലിൻ്റെ കവറിംഗ് ലെറ്റർ അറ്റാച്ച് ചെയ്യണം. ദെൻ എന്ത് കാരണം കൊണ്ടാണ് ഈ കുട്ടിക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് വന്നത്, അതിന് തക്കതായ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ ഒരു ലെറ്റർ ഉണ്ടാകുമല്ലോ, അത് അറ്റാച്ച് ചെയ്യണം. ദെൻ പിന്നെ മതിയായ ഫീസ് അടച്ചു എന്ന തരത്തിലുള്ള ഒരു ചലാൻ. ഇത് അടയ്ക്കേണ്ട വിലാസം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ടു ദ രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PO മലപ്പുറം ഡിസ്ട്രിക്ട് 673635. പിന്നെ കണ്ടൊണേഷൻ്റെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ
10% അതിൽ താഴെയാണ് അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ 865 രൂപയും, 10%-ത്തേക്കാൾ കൂടുതൽ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ 1140 രൂപയും, പരീക്ഷ കഴിഞ്ഞ് ഒരു കൊല്ലത്തിന് ശേഷമാണ് ഈ കുട്ടി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ കുട്ടികൾ പെനാൽറ്റി ആയി 2205 രൂപ അടയ്ക്കേണ്ടി വരും. ഇതൊക്കെയാണ് CBCSS അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസിൻ്റെ കാര്യവും കൺഡൊണേഷൻ്റെ കാര്യവും പറയാനുള്ളത്. എന്നാൽ CUCBCSS വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവർക്ക് ഈ 40% കൺഡൗൺ ചെയ്യാൻ പറ്റുന്നത് 2 തവണയായിട്ടാണ്, 20%-ൻ്റെ 2 തവണ. ഇക്കാര്യം കൂടി മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ 1-2 തവണ കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.